ഈ ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ ഇതിവിടെയാണ് അന്ന് ബംഗ്ലാദേശിനെ കുറിച്ച് പറയാം. അത് മനുഷ്യന്മാരവിടെ പുഴുക്കളെ പോലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണം. അവിടുത്തെ എല്ലാ വണ്ടികൾക്കൊന്നും എഞ്ചിൻ ആവശ്യമില്ല. എഞ്ചിനില്ലാത്ത വണ്ടീനെ പുറകുന്നത് അത് റിക്കവർ ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ബംഗാളികളെ കളിയാക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം? എത്രയും മോശമായിട്ടുള്ള ബംഗാളിയുടെ ഒരു വർഷത്തെ വരുമാനമുണ്ട്, ശരാശരി ഇന്ത്യക്കാരൻ്റെ ഒരു വർഷത്തെ വരുമാനം സെയിമാണ്. അപ്പോൾ നമ്മളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു അമേരിക്കക്കാരൻ്റെ വരുമാനത്തിൻ്റെ 3.5% ഒരു ശരാശരി ഇന്ത്യക്കാരനുള്ളൂ. ഒരു ചൈനക്കാരന് ഇന്ത്യക്കാരനൊക്കെ 5 ഇരട്ടി വരുമാനമുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയും, ഈ ചൈന ഒരു കാലത്ത് ചൈനക്കാരൻ്റെ വരുമാനം ശരാശരി ഇന്ത്യക്കാരനേക്കാളും ബംഗാളിയേക്കാളും പുറകിലായിരുന്നു 20 കൊല്ലം മുമ്പ്. 20 കൊല്ലാണ് ഇവർ ഇത്രയും മുന്നിലേക്ക് വന്നത്. ആക്ച്വലി ചൈനയുടെ അടുത്തല്ലായിരുന്നു സമ്പത്ത്, ഇന്ത്യയുടെ അടുത്തായിരുന്നു. ലോക സമ്പത്തിൻ്റെ 5/1 ബ്രിട്ടീഷുകാർ ഭരിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ്റെ അടുത്തായിരുന്നു. ഇന്ത്യക്കുള്ള പ്രതാപം ലോകത്ത് എന്നും മനുഷ്യരെല്ലാം ഉറ്റുനോക്കിയത് ഇന്ത്യ. ആ ഇന്ത്യക്കാരനാണ് നമ്മളെങ്കിൽ ആ നഷ്ടപ്രതാപം നമുക്ക് വീണ്ടുപിടിക്കാൻ കഴിയും. അത് ചൈന ചെയ്തതുപോലെ ഒരുമിക്കണം. ഒരു അജണ്ടയുടെ പുറത്ത് വളർച്ച, പുരോഗതി, അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ വിഭാഗീയതകളും പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മൾ ഒന്നിച്ചാലുണ്ടല്ലോ, വരുന്ന 20 വർഷത്തിനുള്ളിൽ ലോകത്തിന് മുൻനിരയിൽ നിൽക്കുന്നത് ഇന്ത്യക്കാരായിരിക്കും.